വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ വിസ്റ്റം ടൂത്ത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. എന്താ ഈ സൈഡിലെ വിസ്റ്റം ടൂത്ത് ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്തു. സോ ആ ടൈം ഞാനൊരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. വീഡിയോ എടുക്കാമായിരുന്നല്ലോ. അപ്പം ഞാൻ ആ റിഗ്രറ്റ് ഇന്ന് അങ്ങ് തീർക്കുകയാണ്. ഞാൻ എന്താ ഇപ്പുറത്തെ സൈഡിലെ വിസ്റ്റം ടൂത്ത് ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ റെഡിയായി നിൽക്കുകയാണ്. പോകുന്ന വഴിക്ക് കാണാം. ബൈ. ഓ ഗോഡ് ഗൈസ്, നമ്മളെത്തി. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടെൻഷൻ ഇല്ല. ഒരു വട്ടം എടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബട്ട് എനിക്ക് ടെൻഷൻ ആവുമെന്ന് അറിയത്തില്ല. നമുക്ക് കയറിയിട്ട് കാണാം കേട്ടോ. ഗൈസ്, ഞാൻ എത്തി. ഇവിടെ ഭയങ്കര ഓക്വേർഡ് ഫീലാണ്, ഭയങ്കര സൈലൻസ് ആണ്. ചെറുതായിട്ട് ഭയങ്കര ഓക്വേർഡാണ്. ഞാനിപ്പം ക്ലിനിക്കിലാണ്, ആശുപത്രിയുടെ ക്ലിനിക്കിലാണ്. ഡോക്ടർ ആശു ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പം ഡോക്ടറിനൊക്കെ കാണണം. മേ ബി അനസ്തീഷ്യ തരും ഫസ്റ്റ്. അപ്പം അത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ മേ ബി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വിസ്റ്റം ടൂത്ത് റിമൂവ് ചെയ്യുമായിരിക്കും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ഒരു നമ്പറാണ് കഴിഞ്ഞിട്ട് ഒരു അതിനുശേഷം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വട്ടം എനിക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ. ചിലപ്പോൾ നല്ല ഫുഡൊക്കെ കഴിക്കാനും ജ്യൂസ് അങ്ങനത്തെ ടൈപ്പൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം മരുന്ന് കഴിയുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കിട്ടില്ല. ഇപ്പം ഈ സൈഡിൽ അനസ്തീഷ്യ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മരുന്നിക്കുന്നുണ്ട്. കുറച്ച് ഹെവി ഫീലുണ്ട് ആ സൈഡ്. ഇതൊക്കെ അങ്ങനെയുള്ള മരുന്നിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സോ ഗൈസ്, റിമൂവ് ചെയ്തു. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊന്നും അറിയത്തില്ല. കഴിഞ്ഞ പ്രീവിയസ് ടൈം എടുത്തതിൻ്റെ അത്ര കുഴപ്പമില്ല. അത് 2 ടീത്തിൽ ഇതിലുണ്ടായിരുന്നു. ഇതിപ്പോൾ താഴത്തെ ടീത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. മുകളിലത്തെ ടീത്ത് എടുക്കണം. ഇപ്പോഴല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് അത് എടുത്തിട്ടുള്ളൂ.
ചുറ്റുണ്ട് 7 days കഴിഞ്ഞിട്ട് ചുറ്റ് വന്ന് എടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും മുറിച്ച് ടൂത്ത് വന്നിട്ടില്ല ഫുള്ളായിട്ട്. അപ്പോൾ അത് വന്ന് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യണം. ചെയ്യുന്നത്ര എനിക്ക് പ്രശ്നമില്ല. അന്ന് എനിക്ക് ഇങ്ങനെ അത് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. കുറച്ചും കൂടെ കഴിയുമ്പോൾ മേ ബി എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നാം. ഇവിടെ ഒരു കോപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാരണം സംസാരിക്കാൻ തീരെ പറ്റുന്നില്ല. മെഡിസിൻ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് ടൂത്ത് എടുത്ത് കഴിയുമ്പം വലുതായിട്ട് എരിവുള്ള ഫുഡ് കുറച്ചിതാണ്. എരിവുള്ള ഫുഡ് പിന്നെ ചൂട് ഹോട്ടലിലുള്ള ഫുഡ് ഒന്നും കഴിക്കാനും കഴിച്ചിടാം. പിന്നെ നമുക്ക് എന്താ പറയുക ഐസ് ബാഗ് വെച്ച് കൊടുക്കണം. ആൻഡ് ഓട്സ് ഒക്കെ കുടിക്കുക. ഓട്സ്, ഐസ്ക്രീം, അതൊക്കെ ഒരു 1 day or 2 day അതായിരിക്കും നല്ലത്. കഴിഞ്ഞ വട്ടം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. ഫുൾ ഓട്സും ഐസ്ക്രീമൊക്കെ ആയിരുന്നു. അപ്പോൾ കട്ടിയുള്ള ഫുഡ്സൊക്കെ കഴിക്കാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ട് കാണും. കാരണം സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പെയിനും കാണുമല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 days സ്വെല്ലിങ് കാണും. പ്രീവിയസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്വെല്ലിങ് കാണാൻ ചാൻസ് ഉണ്ട്. അതിന് മെഡിസിൻ ഉണ്ട്. അപ്പം നിങ്ങളൊരു പുതിയ അറിവിനായിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. മേ ബി മിക്കവർക്കും അറിയായിരിക്കും. ഇതിപ്പോൾ കോമൺ ആയിരിക്കും ഇതിൻ്റെ കാര്യമൊക്കെ. ബട്ട് ഐ ഫീൽ ബെറ്റർ നോ. മറ്റേ ഞാൻ ബൈറ്റ് ചെയ്ത് ഭയങ്കര എനിക്ക് ചിരിക്കാൻ പോലും പാടായിരുന്നു. നൗ ഫീൽ സം പീസ് ബെറ്റർ. വീട്ടിലെത്തി ഗൈസ്. ഒന്നും സംസാരിക്കാൻ വയ്യ. ഐ ആം ഡെഡ്. സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. സംസാരിക്കുന്ന നല്ല ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം പെയിൻ ഉണ്ട്. ഇന്നലെ നൈറ്റ് എനിക്ക് എക്സ്ട്രീം പെയിനായിരുന്നു. പിന്നെ ഞാൻ മാക്സിമം ഒന്നും എടുക്കാതെ അപ്പം തന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. മെഡിസിൻ എടുത്തിട്ടങ്ങ് ഉറങ്ങി. ഇവിടെ സ്റ്റിച്ചും കൂടെ ഉണ്ട്. അപ്പം ആ സ്റ്റിച്ചിൻ്റെ അവിടെ നല്ല പെയിനുണ്ട്. ഈവൻ ഫുഡ് കഴിക്കാനും കുറച്ച് ഈ സൈഡ് ഫോക്കസ് ചെയ്താൽ കഴിക്കാൻ നോക്കുന്നത്. ആൻഡ് ഞാൻ പിന്നെ രാവിലെ എണീച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഓ മൈ ഗോഡ്, വ്ളോഗ് ഉണ്ടായിരുന്നു. ഇനി ഞാനത് എങ്ങനെ എൻ്റെയും പറയാതെയും എനിക്ക് ഇതിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. സംസാരിക്കാൻ ഒട്ടും പറ്റുന്നില്ല. ആൻഡ് ഈവൻ ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ സൈഡ് നമ്മളിങ്ങനെ ഇതാവില്ല, അങ്ങനത്തെ ഒരു സമയം ഇങ്ങോട്ട് പറ്റുന്നില്ല. അപ്പം ഐ തിങ്ക് ബെറ്റർ ആവുമെന്ന്. ഫസ്റ്റ് ഡേയിലാകത്തൊരു ഇതല്ലേ, അതിൻ്റെ ആയിരിക്കണം. ഡോട്ട്സാണ്.
സോ ഇനിയൊന്നുമില്ല, ഇനി ഉച്ചയ്ക്ക് മുതലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് സോ എനിക്ക് ഇനി അങ്ങോട്ട് സംസാരിച്ച് വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന്. സോ അത് കാരണം ഞാനിപ്പം വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഇങ്ങനെ ബൈറ്റ് ചെയ്ത് ചീക്സൊക്കെ ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണിക്കുന്നത് തന്നെ നല്ലത്. അപ്പം മേ ബി ലിഫ്റ്റിൻ്റെയൊക്കെ എടുക്കാൻ പറയുമായിരിക്കും, നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ ബൈറ്റ് ചെയ്ത് അങ്ങനെ എടുക്കണേയും കാട്ടി പെയിൻ ഒരു റിലീഫ് ആവുമല്ലോ എടുക്കുമ്പോൾ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ചെറിയ വീഡിയോ ആണെന്ന് എനിക്കറിയില്ല, ഞാൻ എനിക്കൊന്ന് കാണാനായിട്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചെടുക്കുന്നതാണ്. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.